പൂങ്കണ്ണീര് പൊഴിക്കുന്നെ? ഇത് കണ്ടാ തോന്നുമല്ലോ നിന്റെ എല്ലാം അങ്ങ് നശിച്ച് നാമാവശേഷമായെന്ന്. ജീവിതം നശിച്ച് ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ടത് ഞാനാ. നീ ഒരുത്തി കാരണം എന്റെ കല്യാണം മുടങ്ങിയത്. താലി കെട്ടുന്നതിന് മുമ്പ് നീ അവിടെ കിടന്ന് അലറി വിളിച്ചില്ലായിരുന്നെങ്കിൽ ഈ വിവാഹം നടന്നു പോയേനെ. ഒരുപാട് തടസ്സങ്ങളെ ജപിച്ചും പ്രാർത്ഥിച്ചും നടത്തിയെടുത്ത വിവാഹം ഇത്. നീ ഒരുത്തി കാരണം അത് നശിച്ചു. ജീവിതം തകർത്തു നീ എന്റെ. വിമലേ, ഒന്ന് നിർത്തണുണ്ടോ? ഒരുത്തൻ അത്യാസന്ന നിലയില് അവിടെ ഹോസ്പിറ്റലിൽ കിടക്ക. അതിനെപ്പറ്റി ഒരു ചിന്തയില്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും? വിനയേട്ടന് ആക്സിഡന്റ് പറ്റി, ശരി തന്നെ. പക്ഷേ സത്യാവസ്ഥ അറിയാതെ രോഹിണി വിനയേട്ടൻ പോയിന്ന് പറഞ്ഞ് വിളിച്ചു കൂവി കരഞ്ഞതുകൊണ്ടല്ലേ താലിയിട്ട് നടക്കാതെ പോയത്. വിനയേട്ടൻ മരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അപ്പോ. ഓ അത് ശരി. അപ്പൊ വിനയേട്ടൻ മരിക്കാത്തതാണല്ലേ നിന്നോട് കാണിച്ച തെറ്റ്. എങ്കിലിനി വിനയേട്ടൻ മരിച്ചു കിട്ടാൻ പ്രാർത്ഥിച്ച് നീ വഴിപാട് നടത്തിക്കോ. ഏട്ടൻ പോയ എനിക്ക് മാത്രമല്ലേ നഷ്ടം, എനിക്ക് മാത്രം. നീ അങ്ങനെ വിനയേട്ടന്റെ കാര്യം പറഞ്ഞ് കരയണ്ട. അതെങ്ങനെ നിനക്ക് മാത്രമാവും? വിനയേട്ടനെ ഇന്നലെ കണ്ടതല്ലേ ഉള്ളൂ നീ. ഞങ്ങൾ ഒരേ വയറ്റിൽ പിറന്ന് ഒന്നിച്ച് വളർന്നവരാ. ഞങ്ങൾക്കില്ലാത്ത ഛേദമൊന്നും നിനക്കായിട്ട് ഇവിടെ വേണ്ട. വിമലേ, അല്ലാതെ പിന്നെ മുത്തശ്ശിക്ക് ഓർമ്മയുണ്ടല്ലോ എത്ര സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞിരുന്ന വീടാ ഇത്. ഇവളിവിടെ വന്ന് കാലുകുത്തിയ ശേഷം ഈ കുടുംബത്തിൽ ഓരോ അനർത്ഥങ്ങളായിട്ട് കണ്ടു തുടങ്ങിയത്. ഇവൾ ഒരാള് കാരണം വിനയേട്ടന് അപകടം പറ്റി, എന്റെ കല്യാണം മുടങ്ങി. ഇനി ആരെങ്കിലും മരിച്ചാലും മതി. ദയവ് ചെയ്ത് രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കൂ. വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാ നീ. നോക്കു മുത്തശ്ശി, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ ഞാൻ കാരണമാണെന്നൊക്കെ പറയുന്നേ. എനിക്കിനി ഭൂമിയിൽ വിനയേട്ടൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ ഞാൻ എന്റെ സങ്കടങ്ങൾ പറഞ്ഞു പോകുന്നത്, അല്ലാതെ ആരെയും വേദനിപ്പിക്കാനല്ല. അഥവാ അങ്ങനെ തോന്നിയ നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കും. വിമലയുടെ വിവാഹം മുടങ്ങുമെന്ന് ഞാൻ ഒരു തരത്തിലും വിചാരിച്ചതല്ല. എന്റെ സ്വപ്നത്തിൽ പോലും ഇല്ലത്. എന്റെ സങ്കടങ്ങൾ മറ്റാരും കാണാതിരിക്കാൻ വേണ്ടിയല്ലേ മണ്ഡപത്തിൽ പോലും കയറാതെ ഞാൻ സദസ്സിനിടയിലേക്ക് മാറി നിന്നത്. വിനയേട്ടൻ എത്തിയില്ലെങ്കിലും വിമലയുടെ വിവാഹം നടക്കട്ടെ എന്ന് വിചാരിച്ച് മാത്രം അങ്ങനെ ചെയ്തത്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് വിനയേട്ടൻ അപകടത്തിൽ മരിച്ചു എന്ന് പറഞ്ഞപ്പോ പരിസരം മറന്ന് ഞാൻ ഉറക്കെ കരഞ്ഞുപോയി. അതാരായാലും കരഞ്ഞു പോവില്ലേ മുത്തശ്ശി? അതല്ലാതെ ഒരിക്കലും വിമലയുടെ കല്യാണം മുടക്കാൻ വേണ്ടി കരഞ്ഞതല്ല ഞാൻ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കും. എത്രയുള്ള എനിക്ക് പറയാൻ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.